മലപ്പുറം ജില്ലയിലെ ദേശീയപാത 66ന്റെ വികസനം അടുത്ത ഏപ്രിൽ മാസത്തോടെ യാഥാർത്ഥ്യമാകുമെന്ന് മന്ത്രി പി.എ. മുഹമ്മദ് റിയാസ്. കഞ്ഞിപ്പുര മൂടാൽ ബൈപ്പാസിന്റെ നിർമ്മാണ പുരോഗതി വിലയിരുത്തുന്നതിനായി സ്ഥലം സന്ദർശിച്ച മന്ത്രി ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. ബാക്കി പ്രവൃത്തികൾ കൂടി പൂർത്തിയാക്കി അടുത്ത വർഷം ഡിസംബർ മാസത്തോടുകൂടി കാസർഗോഡ് മുതൽ എറണാകുളം വരെ 45 മീറ്റർ വീതിയുള്ള 6 വരി ദേശീയപാത ഗതാഗതത്തിന് തുറന്നുകൊടുക്കാനാവുമെന്ന് മന്ത്രി പറഞ്ഞു. രണ്ട് സ്ട്രെച്ച് കൂടി ഏകദേശം 75ഓളം കിലോമീറ്ററാണ് വരുന്നത്. ഈ രണ്ട് സ്ട്രെച്ചിൻ്റെയും പ്രവൃത്തി നമുക്കീ പറഞ്ഞതുപോലെ ഒരു ഏപ്രിൽ മാസത്തോടുകൂടി പൂർത്തീകരിക്കാനാവും. 2025 ഏപ്രിൽ കഴിയുന്നതോടുകൂടി മലപ്പുറം ജില്ലയിൽ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ പറ്റുമെന്നുള്ള വളരെ സന്തോഷകരമായ വാർത്ത നമുക്ക് പുറത്തുവിടാൻ പറ്റും. ജനങ്ങൾക്ക് ഇതേറെ ആശ്വാസകരമാണ്. മലയാളിയുടെ ചിരകാല സ്വപ്നമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 6 വരി 45 മീറ്റർ വീതിയുള്ള റോഡ്. LDF സർക്കാർ വന്നതിന് ശേഷം ഇതിന് ഫണ്ടിൻ്റെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. മുടങ്ങിപ്പോയ പദ്ധതിയാണ്. 5600ഓളം കോടി രൂപ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെൻറ്റും ഇതിനു വേണ്ടി ചെലവഴിച്ചു. വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചു. ഇപ്പോൾ മരം മുറിക്കുന്ന പ്രശ്നം കേരളത്തിലെ വനം വകുപ്പ്, വൈദ്യുതി ലൈനുമായി ബന്ധപ്പെട്ട പ്രശ്നം, വൈദ്യുതി പോസ്റ്റുമായി ബന്ധപ്പെട്ട പ്രശ്നം സംസ്ഥാനത്തെ വൈദ്യുതി വകുപ്പ്, മെറ്റീരിയലിൻ്റെ ആവശ്യകതയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ വ്യവസായ വകുപ്പ്, അതുപോലെ ഭൂമി ഏറ്റെടുക്കൽ റവന്യൂ വകുപ്പ്, പ്രാദേശിക പ്രശ്നങ്ങൾ തദ്ദേശ സ്വയംഭരണ വകുപ്പ്, പിന്നെ പൊതുവെ ഇതിൻ്റെ പ്രവൃത്തിയുമായി മുന്നോട്ട് പോകുന്നതിന് പൊതു മരാമത്ത് വകുപ്പ്. ഇങ്ങനെ എല്ലാ വകുപ്പുകളെ ഏകോപിപ്പിച്ച് മുഖ്യമന്ത്രി തന്നെ മുൻകൈ എടുക്കുന്നു.